നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. 2024 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വസ്തുതകളുടെ ഡിസ്കഷനാണ്. ഇനി വരുന്ന പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ മാത്രം സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ഫാക്ട്: കേരള നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയ ഗവർണർ ആരാണ്? ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയത്. സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ സംസ്ഥാനം ഏതാ? കേരളം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളം. പുന്നയൂർകുളം സാഹിത്യ സമിതിയുടെ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹയായ എഴുത്തുകാരിയാര്? KR മീര. പുന്നയൂർകുളം എന്ന് കേൾക്കുമ്പോൾ തന്നെ മാധവിക്കുട്ടിയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ പുന്നയൂർകുളം സാഹിത്യ സമിതിയുടെ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹയായ എഴുത്തുകാരി ആരാണ്? KR മീരയാണ്. KR മീര. അടുത്ത ചോദ്യം പ്രധാനപ്പെട്ടത്: മലയാള സിനിമയിൽ ഏറ്റവും വേഗത്തിൽ 100 കോടി കളക്ഷൻ നേടുന്ന സിനിമ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ചിത്രം ഏതാണ്? ആടുജീവിതമാണ്. ഏറ്റവും വേഗത്തിൽ 100 കോടി കളക്ഷൻ നേടുന്ന സിനിമ, മലയാള സിനിമയിൽ ഏറ്റവും വേഗത്തിൽ 100 കോടി കളക്ഷൻ നേടുന്ന സിനിമ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ചിത്രം ഏതാണ്? ആടുജീവിതം. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയായ ജില്ല ഏതാ? കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലാണ് 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് നടന്നത്. അടുത്തത്: കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള OTT പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ്. പേര് സി സ്പേസ്. സി സ്പേസ് എന്നതാണ് കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള OTT പ്ലാറ്റ്ഫോം. ഇത് 2024 മാർച്ച് 7-നാണ് നിലവിൽ വന്നത്. 2024 മാർച്ച് 7-നാണ് കേരള സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള OTT പ്ലാറ്റ്ഫോമായ സി സ്പേസ് നിലവിൽ വന്നത്. ഇതിനൊരു പ്രത്യേകതയും കൂടിയുണ്ട്. എന്താ അത്? രാജ്യത്ത് ആദ്യമായാണ് ഒരു സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിൽ OTT പ്ലാറ്റ്ഫോം വരുന്നത്. അതും കേരള സംസ്ഥാന സർക്കാരിൻ്റെതാണെന്ന പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ 10th മെയിൻസിന് വേണ്ടി പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 10th പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞവരും ഇനി കഴിയാനുള്ളവർ എല്ലാവർക്കും ജോയിൻ ചെയ്യാം. 10th പ്രിലിംസ് കഴിഞ്ഞവർ റെസ്റ്റ് എടുക്കരുത്. ജോലി കൈ കിട്ടുന്നത് വരെ നിങ്ങൾ റെസ്റ്റ് എടുക്കരുത്. നന്നായിട്ട് തന്നെ പഠിച്ച് ഈ ഒരു ഫ്ലോയിൽ തന്നെ മുന്നോട്ട് പോവുക. അപ്പൊ 10th മെയിൻസ് ബാച്ചിൽ ഫുൾ സിലബസ് കവറേജ്, ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, അതുപോലെ പുതിയ SCRT 5, 7, 9 മുതലായ ക്ലാസ്സുകളിലെ SCRT സയൻസ്, സോഷ്യൽ മുതലായ ഫാക്ട്സ് എല്ലാം അവൈലബിൾ ആണ്. കൂടാതെ ഇപ്പോൾ നമുക്ക് ഒരുപാട് പുതിയ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. VFAക്ക് വേണ്ടി കമ്പനി LGS, ജനറൽ PSC, ഫയർമാൻ, അങ്ങനെ ഒരുപാട് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ഓപ്പൺ ആണ്. ഈ എല്ലാ കോഴ്സുകളിലും നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് കിട്ടും. അതുപോലെ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം അവൈലബിൾ ആണ്. ഹർഷിതം സ്പെഷ്യൽ ഷോർട്ട് GK അവൈലബിൾ ആണ്. പിന്നെ ഇപ്പോൾ 10th പ്രിലിംസിന്റെ 2ാം ഘട്ടം കഴിഞ്ഞു. ആ 2ാം ഘട്ടത്തിന്റെ റിലേറ്റഡ് ഫാക്ട്സ് ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഏതൊരു ബാച്ച് എടുത്താലും കിട്ടുന്നതായിരിക്കും. അപ്പോൾ അഡ്മിഷൻ എല്ലാം ഓപ്പൺ ആണ്. ഫീസിൽ ഇപ്പോൾ 1 ഡിസ്കൗണ്ടും ഉണ്ട്. ജോയിൻ ചെയ്യാം. ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ രാജ്യത്ത് ആദ്യമായി ഒരു സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിൽ OTT പ്ലാറ്റ്ഫോം വന്നത് ഏത് സംസ്ഥാനത്തിൻ്റെതാണ്? കേരളത്തിൻ്റെതാണ്. ആ OTT പ്ലാറ്റ്ഫോമിന്റെ പേരെന്താ? സി സ്പേസ് എന്നതാണ്. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ KSFDC ആണ് ഇതിന്റെ ചുമതല വഹിക്കുന്നത്. ഡൗൺലോഡ് ചെയ്യുന്ന സിനിമ 3 ദിവസം വരെയും കണ്ടു തുടങ്ങിയാൽ 72 മണിക്കൂർ വരെയും സൂക്ഷിക്കാം. ഒരു ഫീച്ചർ സിനിമയ്ക്ക് 75 രൂപയാണ് ഇപ്പോഴത്തെ നിരക്ക്. കാണുന്ന സിനിമയ്ക്ക് മാത്രമേ പണം നൽകേണ്ടതുള്ളൂ. അപ്പോൾ ഇവിടെ ഓർക്കുക 2 പോയിന്റ്സ്. കേരള സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള OTT പ്ലാറ്റ്ഫോമിന്റെ പേരെന്താണ്? സി സ്പേസ് ആണ്. രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിൽ OTT പ്ലാറ്റ്ഫോം വരുന്നത്. ഓക്കെ, അടുത്ത നോക്കാം. K സ്മാർട്ട് എന്ന പദ്ധതിയാണ്
എന്താണ് ഈ കെ സ്മാർട്ട്? വളരെ ഇമ്പോർട്ടന്റ്, ഈ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കെ സ്മാർട്ട്. ഓർത്തു വെക്കുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ്? കെ സ്മാർട്ട്. ഈ പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത് എന്ന് 2024 ജനുവരി മാസമാണ്. 2024 ജനുവരി മാസമാണ് കെ സ്മാർട്ട് എന്ന പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത്. കെ സ്മാർട്ടിന്റെ പൂർണ്ണ രൂപം എന്താണ് എന്ന് ചോദിച്ചാൽ, കെ സ്മാർട്ടിന്റെ ഫുൾ ഫോം കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. ഇതും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഫുൾ ഫോം ഓർത്തു വെച്ചേക്കാം. കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ്, കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഈ പദ്ധതി നൽകുന്ന സേവനങ്ങൾ എന്തെല്ലാമാണ്? സിവിൽ രജിസ്ട്രേഷൻ, അതായത് ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ. ബിസിനസ് ഫെസിലിറ്റേഷൻ എന്നാൽ വ്യാപാരങ്ങൾക്കും വ്യവസായങ്ങൾക്കുമുള്ള ലൈസൻസുകളാണ്. ഇനി വസ്തുനികുതി, യൂസർ മാനേജ്മെന്റ്, ഫയൽ മാനേജ്മെന്റ് സിസ്റ്റം, ഫിനാൻസ് മൊഡ്യൂൾ, ബിൽഡിംഗ് പെർമിഷൻ മൊഡ്യൂൾ, പൊതുജന പരാതി പരിഹാരം എന്നിവയാണ് കെ സ്മാർട്ടിലൂടെ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ഗ്രാമപഞ്ചായത്തുകൾ എന്നിവ വഴി ലഭിക്കുന്ന സേവനങ്ങൾ. അപ്പൊ കെ സ്മാർട്ട് എന്ന പദ്ധതി നിലവിൽ വന്നത് 2024 ജനുവരി മാസം. ഫുൾ ഫോം എന്താണ്? കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി വന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഏത്? കെ സ്മാർട്ട്. അടുത്ത ചോദ്യം പ്രധാനപ്പെട്ടത്. അരവിന്ദ് പനഗരിയ അധ്യക്ഷനായി രൂപവത്കരിച്ച 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായി നിയമിതയായ മലയാളിയുടെ പേരെന്താണ്? ആനി ജോർജ് മാത്യു ആണ്. ആനി ജോർജ് മാത്യു. അപ്പോൾ 16ാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? അരവിന്ദ് പനഗരിയാണ്. അരവിന്ദ് പനഗരിയ. അപ്പോൾ ഈ ഒരു ധനകാര്യ കമ്മീഷനിൽ അംഗമായി നിയമിതയായ മലയാളിയാണ് ആനി ജോർജ് മാത്യു. പരിശോധന ഓപ്പറേഷൻ ഡി ഹണ്ട്. എന്താണ് ഈ ഓപ്പറേഷൻ ഡി ഹണ്ട്? നിരോധിത മയക്കുമരുന്നുകളുടെ സംഭരണം, വിപണനം തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ പിടികൂടാൻ കേരള പോലീസ് സംഘടിപ്പിച്ച സ്പെഷ്യൽ ഡ്രൈവാണ് ഓപ്പറേഷൻ ഡി ഹണ്ട്. നിരോധിത മയക്കുമരുന്നുകളുടെ സംഭരണം, വിപണനം തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ പിടികൂടാൻ കേരള പോലീസ് സംഘടിപ്പിച്ച സ്പെഷ്യൽ ഡ്രൈവ് ഏതാണ്? ഓപ്പറേഷൻ ഡി ഹണ്ട്. അടുത്ത ചോദ്യം പ്രധാനപ്പെട്ടത്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരന്റെ പേരെന്ത്? ഉണ്ണി അമ്മയമ്പലം. ഉണ്ണി അമ്മയമ്പലം എന്ന എഴുത്തുകാരനാണ് 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ഇദ്ദേഹത്തിന്റെ ഏത് കൃതിക്ക്? അൽഗോരിതങ്ങളുടെ നാട്. അപ്പൊ അൽഗോരിതങ്ങളുടെ നാട് എന്ന കൃതിയുടെ രചയിതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ ഉണ്ണി അമ്മയമ്പലമാണ്. ഈ കൃതിക്കാണ് 2024 മികച്ച ബാലസാഹിത്യ പുരസ്കാരത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. ഈ കൃതി രചിച്ചതാരാണ്? ഉണ്ണി അമ്മയമ്പലമാണ്. അടുത്ത ചോദ്യം നോക്കാം. ഫ്രഞ്ച് സർക്കാർ നൽകുന്ന ബഹുമതിയായ ഷെവലിയർ ലീജിയൻ ഡി ഓണർ ബഹുമതിക്ക് അർഹയായ മലയാളിയാണ് പൂയം തിരുനാൾ ഗൗരി പാർവതിഭായി. പൂയം തിരുനാൾ ഗൗരി പാർവതിഭായിക്കാണ് അടുത്തിടെ ഷെവലിയർ ലീജിയൻ ഡി ഓണർ ബഹുമതി ലഭിച്ചത്. ഈ ബഹുമതി നൽകുന്നത് ഫ്രഞ്ച് സർക്കാരാണ്. അടുത്ത ചോദ്യം പ്രധാനപ്പെട്ടത്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര മണ്ഡലം ഏത്? തളിപ്പറമ്പാണ്. തളിപ്പറമ്പ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര മണ്ഡലം ഏതാണ്? തളിപ്പറമ്പ്. അടുത്ത ചോദ്യവും ഇമ്പോർട്ടന്റ് ആണ്. ഏത് പദ്ധതിയിലൂടെയാണ് തളിപ്പറമ്പ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര മണ്ഡലമായി മാറിയത്? ഇടം എന്ന പദ്ധതിയാണ്. ഈ ഇടം എന്നതിന്റെ ഫുൾ ഫോം എന്താണ്? എഡ്യൂക്കേഷണൽ ആൻഡ് ഡിജിറ്റൽ അവയർനെസ് മിഷൻ. എഡ്യൂക്കേഷണൽ ആൻഡ് ഡിജിറ്റൽ അവയർനെസ് മിഷൻ എന്നതാണ് ഇടം എന്നതിന്റെ ഫുൾ ഫോം. ഈ പദ്ധതിയിലൂടെയാണ് തളിപ്പറമ്പ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര മണ്ഡലമായി മാറിയത്. അടുത്ത ചോദ്യവും പ്രധാനപ്പെട്ടതാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് ഏത്? മാനാഞ്ചിറ സ്ക്വയർ ആണ്. സംസ്ഥാനത്തെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് ഏതാണ്? മാനാഞ്ചിറ സ്ക്വയർ, കോഴിക്കോട്. ഒരേ സമയം 500 പേർക്കാണ് വൈഫൈ സൗകര്യം ഉപയോഗിക്കാൻ കഴിയുന്നത്. അപ്പോൾ മാനാഞ്ചിറ സ്ക്വയർ ആണ് സംസ്ഥാനത്തെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക്.
അടുത്തത് കെയർ എന്ന പദ്ധതിയാണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കെയറിന്റെ ഫുൾ ഫോം കേരള എഗെയിൻസ്റ്റ് റെയർ ഡിസീസസ് എന്നതാണ്. കേരള എഗെയിൻസ്റ്റ് റെയർ ഡിസീസസ്. എന്താ ഇത്? റെയർ ഡിസീസസ് എന്നാൽ അപൂർവ രോഗം. അപ്പൊ അപൂർവ രോഗ പരിചരണത്തിനായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് തുടക്കം കുറിച്ച പദ്ധതിയുടെ പേരെന്ത്? കെയർ എന്നതാണ്. അപൂർവ രോഗപരിചരണത്തിനായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് തുടക്കം കുറിച്ച പദ്ധതിയുടെ പേരെന്താണ്? കെയർ. കെയറിന്റെ ഫുൾ ഫോം എന്താ? കേരള എഗെയിൻസ്റ്റ് റെയർ ഡിസീസസ്. അടുത്ത ചോദ്യം ഇമ്പോർട്ടന്റ്. കടമനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ 2024 കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? റഫീഖ് അഹമ്മദിനാണ് ലഭിച്ചത്. 2024 കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? റഫീഖ് അഹമ്മദ്. അടുത്ത ചോദ്യം പ്രധാനപ്പെട്ടത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങളുടെ വേതനം വർദ്ധിപ്പിച്ചപ്പോൾ കേരളത്തിലെ പുതുക്കിയ വേതന നിരക്ക് എത്ര? 346 രൂപയാണ് കേരളത്തിലെ പുതുക്കിയ നിരക്ക്. ഏറ്റവും കൂടുതൽ ദിവസവേതനം തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നൽകുന്ന സംസ്ഥാനം ഏതാണ്? ഹരിയാനയാണ്. ഹരിയാനയിലെ വേതനം എത്ര? 374 രൂപയാണ്. അപ്പോൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങളുടെ വേതനം, കേരളത്തിലെ വേതനം, പുതുക്കിയ വേതന നിരക്ക് എത്രയാണ്? 346. ഏറ്റവും കൂടുതൽ കൂലി നൽകുന്നത് ഹരിയാന. എത്രയാണ്? 374 രൂപ. PJ ആന്റണി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ 2024 PJ ആന്റണി പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരനാണ് കരിവെള്ളൂർ മുരളി. കരിവെള്ളൂർ മുരളി. ഓക്കെ, PJ ആന്റണി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ 2024 PJ ആന്റണി പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരൻ ആരാണ്? കരിവെള്ളൂർ മുരളിയാണ്. അടുത്ത ചോദ്യം ഓൾറെഡി PSC ചോദിച്ചു, ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കൈരളി AI ചിപ്പ്. എന്താ ഈ കൈരളി AI ചിപ്പ്? കേരള ഡിജിറ്റൽ സർവകലാശാല നിർമ്മിത ബുദ്ധി ആപ്ലിക്കേഷനുകൾക്കായി രൂപകൽപ്പന ചെയ്ത സംസ്ഥാനത്തെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചിപ്പ്. സംസ്ഥാനത്തെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചിപ്പാണ് ഏത്? കൈരളി AI ചിപ്പ്. കൈരളി AI ചിപ്പ്. അടുത്ത ചോദ്യം പ്രധാനപ്പെട്ടത്. 2024 ജനുവരി 22 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടിക പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ല. അടുത്ത ചോദ്യം നോക്കാം. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അന്താരാഷ്ട്ര സ്വീകാര്യതയിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളിലും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും 4 വർഷ ബിരുദ പ്രോഗ്രാമുകൾക്ക് തുടക്കം കുറിച്ച സംസ്ഥാനം ഏത്? 4 വർഷ ബിരുദ പ്രോഗ്രാമുകൾക്ക് കേരളമാണ്. കേരളം. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അന്താരാഷ്ട്ര സ്വീകാര്യതയിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളിലും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും 4 വർഷ ബിരുദ പ്രോഗ്രാമുകൾക്ക് തുടക്കം കുറിച്ച സംസ്ഥാനമാണ് കേരളം. അടുത്ത ചോദ്യം ഇമ്പോർട്ടന്റ്. ഇന്ത്യയുടെ സമുദ്ര വ്യാപാര രംഗത്തെ നാഴികക്കല്ലായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ തീരമണിഞ്ഞ ആദ്യത്തെ മദർഷിപ്പിന്റെ പേരെന്ത്? സാൻ ഫെർണാണ്ടോ. സാൻ ഫെർണാണ്ടോ ആണ് വിഴിഞ്ഞം തുറമുഖത്ത് തീരമണിഞ്ഞ ആദ്യത്തെ മദർഷിപ്പ്. ആഗോള പ്രവാസികളുടെ സംഗമം എന്നറിയപ്പെടുന്ന ലോക കേരള സഭയുടെ 4ാം സമ്മേളനം നടന്നത് 2024 ജൂൺ 13 മുതൽ 15 വരെയാണ്. ലോക കേരള സഭയുടെ 4ാം സമ്മേളനം 2024 ജൂൺ 13 മുതൽ 15 വരെ. അടുത്തതൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് സി വിജിൽ ആപ്പ്. അപ്പൊ എന്താണ് ഈ സി വിജിൽ ആപ്പ്? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുണ്ടാകുന്ന മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനങ്ങളും മറ്റു പരാതികളും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരെന്താണ്? സി വിജിൽ ആപ്പ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുണ്ടാകുന്ന മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനങ്ങളും മറ്റു പരാതികളും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് സി വിജിൽ ആപ്പ്. സി വിജിൽ ആപ്പ്. അടുത്തത് കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലും അമ്യൂസിയം ആർട്സ് സയൻസും ചേർന്ന് സംഘടിപ്പിച്ച ഏഷ്യയിലെ ഏറ്റവും വലിയ ശാസ്ത്ര വിജ്ഞാനോത്സവമായ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരളയുടെ വേദി
ബയോ 360 ലൈഫ് സയൻസ് പാർക്ക് തോന്നയ്ക്കൽ ബയോ 360 ലൈഫ് സയൻസ് പാർക്കിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ശാസ്ത്ര വിജ്ഞാനോത്സവമായ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരള നടന്നത്. തോന്നയ്ക്കൽ ബയോ 360 ലൈഫ് സയൻസ് പാർക്ക്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് റിവൈസ് ചെയ്യാം. ആരിഫ് മുഹമ്മദ് ഖാനാണ് കേരള നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയ കേരള ഗവർണർ. കേരളമാണ് സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ സംസ്ഥാനം. പുന്നയൂർകുളം സാഹിത്യ സമിതിയുടെ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹയായത് KR മീര. ആടുജീവിതമാണ് മലയാള സിനിമയിൽ ഏറ്റവും വേഗത്തിൽ 100 കോടി കളക്ഷൻ നേടുന്ന സിനിമ. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയായ ജില്ല കാസർഗോഡ്. സി സ്പേസ് എന്നത് കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള OTT പ്ലാറ്റ്ഫോം ആണെന്ന് ഓർക്കുക. സ്മാർട്ട് ഫുൾ ഫോം എന്താണ്? കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന പദ്ധതിയാണ്. ആരംഭിച്ചത് 2024 ജനുവരിയിൽ. ആനി ജോർജ് മാത്യു ആണ് 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായി നിയമിതയായ മലയാളി. ഇതിന്റെ അധ്യക്ഷൻ ആരാണ്? അരവിന്ദ് പനഗരിയ. ഓപ്പറേഷൻ ഡി ഹണ്ട് എന്നത് നിരോധിത മയക്കുമരുന്നുകളുടെ സംഭരണം, വിപണനം തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ പിടികൂടാൻ കേരള പോലീസ് സംഘടിപ്പിച്ച സ്പെഷ്യൽ ഡ്രൈവാണ്. ഉണ്ണി അമ്മയമ്പലത്തിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി 2024 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ഏത് കൃതി? അൽഗോരിതങ്ങളുടെ നാട് എന്ന കൃതി. പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായ് ഷെവലിയർ ലീജൻ ഡി ഓണർ ബഹുമതി ലഭിച്ചു. തളിപ്പറമ്പാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര മണ്ഡലം. ഇടം എന്ന പദ്ധതിയിലൂടെയാണ് തളിപ്പറമ്പ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര മണ്ഡലമായി മാറിയത്. സംസ്ഥാനത്തെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് മാനാഞ്ചിറ സ്ക്വയർ. കെയർ എന്നത് അപൂർവ രോഗ പരിചരണത്തിനായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് തുടക്കം കുറിച്ച പദ്ധതിയാണ്. കടമനിട്ട രാമകൃഷ്ണ പുരസ്കാരം 2024 ലഭിച്ചത് റഫീഖ് അഹമ്മദ്. ഇനി തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ പുതുക്കിയ വേതനം 346 രൂപ. ഏറ്റവും കൂടുതൽ വേതനമുള്ളത് ഹരിയാന 374 രൂപ. കരിവെള്ളൂർ മുരളിക്കാണ് 2024 PJ ആന്റണി പുരസ്കാരം ലഭിച്ചത്. കൈരളി AI ചിപ്പാണ് കേരള സംസ്ഥാനത്തെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചിപ്പ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല ഏത്? മലപ്പുറം ജില്ലയാണ്. ഇനി 4 വർഷ ബിരുദ പ്രോഗ്രാമുകൾക്ക് തുടക്കം കുറിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. സാൻ ഫെർണാണ്ടോ ആണ് വിഴിഞ്ഞം തുറമുഖത്ത് തീരമണിഞ്ഞ ആദ്യത്തെ മദർഷിപ്പ്. 2024 ജൂൺ 13 മുതൽ 15 വരെയാണ് ലോക കേരള സഭയുടെ 4ാം സമ്മേളനം നടന്നത്. സി വിജിൽ ആപ്പ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുണ്ടാകുന്ന മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനങ്ങളും മറ്റു പരാതികളും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷനാണ്. ബയോ 360 ലൈഫ് സയൻസ് പാർക്ക് തോന്നയ്ക്കലിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ശാസ്ത്ര വിജ്ഞാനോത്സവമായ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരള നടന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഒരുപാട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ. 2024 കറണ്ട് അഫയേഴ്സ് ഞാനൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് 2024. അതിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.